നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ട മലയാളികൾ. മിനുക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരി, പച്ചക്കറികൾ, ഫലങ്ങൾ, കണിക്കൊന്നപ്പൂവ്, പുത്തൻകോടി, സ്വർണം, നാണയം, വാൽക്കണ്ണാടി തുടങ്ങി മംഗളകരമായ വസ്തുക്കൾ ഒരുക്കി കണി കണ്ടാൽ ആ വർഷം ഏറ്റവും ശുഭകരമാകുമെന്നാണ് വിശ്വാസം. പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷവും സജീവം. ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ഗുരുവായൂരും ആറന്മുളയിലും വൻ ഭക്തജന തിരക്കായിരുന്നു. കണ്ണനെ കണി കാണാൻ 12 മണിക്കൂർ മുൻപേ ഗുരുവായൂരിൽ വരി തുടങ്ങി. ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും ആയിരങ്ങളാണ് എത്തിയത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വരി സജ്ജമാക്കി. പുലർച്ചെ 3:30 ആയപ്പോഴേക്കും 6 വരികളായി. ഓഡിറ്റോറിയവും നിറഞ്ഞു. തിരക്കു നിയന്ത്രിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് വിജു മകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇടിച്ച ലോറി നിർത്താതെ പോയി. സംഭവം നടന്ന് 1 മണിക്കൂറിനകം വീണ്ടും അപകടമുണ്ടായി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 കോഴിക്കോട് റോഡിലുള്ള പെട്രോൾ പമ്പിനു സമീപമാണ് അപകടം നടന്നത്. വിദ്യാർത്ഥികൾ ബൈക്കിൽ പെട്രോൾ നിറയ്ക്കാനായി പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പിറകിൽ വന്ന ലോറിയുടെ പുറകുവശം തട്ടി ഇരുവരും റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. ഇരുവരെയും നാട്ടുകാർ ഉടൻ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിനെ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കേറ്റ പെരുമ്പിലാവ് കണ്ണേത്ത് മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗൗതമിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിച്ച് സംസ്കരിക്കും. ഗൗതം കോക്കൂർ സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. രജില മാതാവും വൈഗ ഭഗത് എന്നിവർ സഹോദരങ്ങളുമാണ്. അപകടം നടന്ന് 1 മണിക്കൂറിനകം മറ്റൊരപകടവും മേഖലയിലുണ്ടായി. രാത്രി 1:30 പമ്പിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ലോറിയിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന മിനി ലോറി ഇടിച്ച് അപകടമുണ്ടായി. ആളപായമില്ല. മിനി ലോറിയുടെ മുൻവശം തകർന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പമ്പിനു സമീപത്ത് മാസങ്ങളായി പാർക്ക് ചെയ്ത ലോറി പമ്പിൽ നിന്നും ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് കാഴ്ചമറച്ചതായും മേഖലയിൽ അപകടങ്ങൾക്ക് കാരണമായതായും നാട്ടുകാർ ആരോപിച്ചു. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സീരകത്ത് വീട്ടിൽ 29 വയസ്സുള്ള അനീസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് എരുമപ്പെട്ടി ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ അനീസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. എയ്യാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡരികിൽ എയ്യാൽ ചുങ്കം സെന്ററിന് സമീപമുള്ള ഒറുവിൽ അംജദിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട്ടിൽ ആളില്ലാത്ത തക്ക നോക്കി വീടിന്റെ വാതിലുകൾ കുത്തി തുറന്ന് അലമാര തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ വീട്ടുകാർ വീട് പൂട്ടി ബന്ധുവീടുകളിലേക്ക് വിരുന്നുപോയിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിൽ പങ്കാളികളാണ്. മുറിയിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഗുരുവായൂർ MLA NK അക്ബറിന്റെ 2022-23, 2024-25 വർഷങ്ങളിലെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ചാവക്കാട് നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ച 4 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ 2ഉം, വാർഡ് 10 ഓവുങ്ങൽപ്പള്ളി ജംഗ്ഷൻ, വാർഡ് 17 ആശുപത്രിപ്പടി എന്നിവിടങ്ങളിൽ 1 വീതമാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ NK അക്ബർ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ ഷാനവാസ് KV, MB പ്രമീള, ഫൈസൽ കാനാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. 7,10,000 രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ വൻ മണ്ണെടുപ്പ്. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയുണ്ടെന്ന് കാണിച്ചാണ് കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് കടത്തുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെട്ട കരിയന്നൂർ കുന്നിലാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടത്തുന്നത്. യത്തീംഖാനയ്ക്ക് സമീപമാണ് കുന്ന് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ മറവിലാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത്. വലിയ ടോറസ് ടിപ്പറുകളിലാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. കുന്നിന്റെ പകുതി ഭാഗവും തുരന്നെടുത്ത നിലയിലാണ്. സ്ഥലവും ഉദ്ദേശവും പരിശോധിക്കാതെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകുന്നതെന്ന് ആരോപണമുണ്ട്. അനുമതി നൽകുന്ന അധികൃതർ പിന്നീട് പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ചെറിയ അളവിൽ മണ്ണെടുക്കുവാനുള്ള അനുമതി നേടി വൻതോതിൽ മണ്ണെടുത്ത് വിൽപ്പന നടത്തുകയാണെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമാന രീതിയിൽ കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലും വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു. കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തിരുന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മണ്ണെടുത്തിരുന്ന ഒരു ഹിറ്റാച്ചിയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ ബീച്ചിൽ ശുചീകരണം നടത്തി. വാർഡ് മെമ്പർ MK അർഫാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളായ CV സുരേന്ദ്രൻ, AK സുലൈമാൻ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രതിനിധി സുബൈദ പാലക്കൽ, കോസ്റ്റൽ ഗാർഡ് ബൈജു തൃശൂർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, CDS മെമ്പർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ സ്വാഗതവും പ്രൊമോട്ടർ അനു അനിൽ നന്ദിയും പറഞ്ഞു. പാഴിയോട്ടുമുറി കുടക്കുഴി ഭാഷ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പാഴിയോട്ടുമുറി സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമിതി പ്രസിഡന്റ് KN ഗോപി അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർ അഭിലാഷ് കടങ്ങോട്, E ചന്ദ്രൻ, KK രാധാകൃഷ്ണൻ, KS സുധീഷ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് സർക്കിൾ പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ശ്യാംകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന സന്ദേശവുമായി ചാലിശ്ശേരിയിൽ നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപ്പിടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച സന്ദേശ റാലി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘാടകരെ മന്ത്രി അഭിനന്ദിച്ചു. സമൂഹമൊന്നാകെ മഹാവിപത്തിനെതിരെ ഒന്നിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സിഗ്നേച്ചർ ക്യാമ്പയിനിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലും മന്ത്രി പങ്കെടുത്തു. മഹാത്മാ ചെയർമാൻ K ബാബു നാസർ അധ്യക്ഷനായി. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി പരിസരത്തു നിന്ന് GCC അക്കാദമി താരങ്ങൾ, ക്ലബ്, ട്രസ്റ്റ് അംഗങ്ങൾ അണിനിരന്ന റാലി തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. 5 കുരുന്നുകൾ നടത്തിയ സ്പോർട്സ് ഡാൻസും GCC അക്കാദമി താരം KS സഹദിന്റെ ഫുട്ബോൾ, വോളിബോൾ സ്കിൽ പെർഫോമൻസും കയ്യടി നേടി. കൂട്ടയോട്ടം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, പെനാൽറ്റി കിക്ക് തുടങ്ങിയ പരിപാടികളിൽ നിരവധി പേർ പങ്കാളികളായി. സമാപനത്തിൽ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴിയുടെ അവതരണവും നടന്നു. മുൻ MLA VT ബൽറാം, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ചന്തപ്പള്ളി ഖത്തീബ് അലി ഉലൂമി ഫൈസി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TM കുഞ്ഞുകുട്ടൻ, TK സുനിൽകുമാർ, അക്ബർ ഫൈസൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ എല്ലാ ക്ലബ് അംഗങ്ങളും റാലിയിൽ അണിചേർന്നു. മുക്കിലപ്പിടികയിൽ നടന്ന സമാപന സമ്മേളനം മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ K ബാബു നാസർ, GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് എന്നിവർ ചേർന്ന് ഗോപിനാഥ് പാലഞ്ചേരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. TP കുഞ്ഞുണ്ണി ഉപഹാരവും നൽകി. മഹാത്മാ മാനേജിംഗ് ട്രസ്റ്റി KR രാജേഷ്, ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ AM ഇക്ബാൽ, സംഘാടക സമിതി കോർഡിനേറ്റർ നൌഷാദ് മുക്കുട്ട, കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, ഫാദർ തോമസ് ചീരൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ തന്റെ വൃക്കദാനം നൽകിയ വിനീത ഭാമോഷിനെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തയ്യൂർ സ്വദേശിനിയായ വിനീത സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. വേലൂരിൽ നടന്ന ചടങ്ങ് സംഘടനാ ജില്ലാ പ്രസിഡന്റ് A അനന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് PN അനിൽ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ വിനീതയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, PS സുനീഷ്, ജോൺസൺ കുറ്റിക്കാട്ട്, വേണു, ജോഷി വടക്കൂടൻ, KL ജോളി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് സാഹിത്യ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. എഴുത്തുകാരൻ ഈശ്വർദാസ് വിശ്വനാഥൻ തണ്ടിലത്തിന് നൽകിക്കൊണ്ട് പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പടി ഇരിങ്ങപ്പുറം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിഷു കൈനീട്ടവും രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രീത ക്ലാസ് നയിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷനായി. CPM കോട്ടപ്പടി ലോക്കൽ സെക്രട്ടറി TB ദയാനന്ദൻ, വാർഡ് കൗൺസിലർമാരായ വൈഷ്ണവ് പ്രദീപ്, ദീപ ബാബു,
ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി TS ഷെനിൽ എന്നിവർ സംസാരിച്ചു. വിജയൻ മനയിൽ സ്വാഗതവും ട്രഷറർ VP വിൻസെന്റ് നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓശാന ഞായർ ശുശ്രൂഷ നടത്തി. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, കുരുത്തോല വാഴ്വ്, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. തുടർന്ന് പൊതുസദ്യ നടത്തി. ശുശ്രൂഷകളിൽ ഡോക്ടർ റിനു പ്രിൻസും അനേകം വിശ്വാസികളും പങ്കെടുത്തു. വികാരി, സഹവികാരി, കൈക്കാരൻ PV ഷാജു, സെക്രട്ടറി ബിനു CK, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ആർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന കിഴക്കിനിയടത്ത് രാഘവൻ മകൻ KR മോഹനൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. KSEB റിട്ടയർഡ് എഞ്ചിനീയറായിരുന്നു പരേതൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശ്രീലത ഭാര്യയും മിഥുൽ, പാർവതി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പരേതനായ ഗോവിന്ദൻ നായരുടെ ഭാര്യ കണ്ടരാമത്ത് പുഞ്ചയിൽ കാർത്തിയായനി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. ശ്രീധരൻ, ലീല, രുക്മിണി, വിലാസിനി, ബാലകൃഷ്ണൻ, ജയ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.